ഇവിടെ അഞ്ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുപോകത്തില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എപ്പോഴും ഈ റോഡ് നിറയെ പിള്ളേരായിരിക്കും. ഇന്ന് എന്താണോ ഈ ഒരു ടൈമിൽ പിള്ളേരെ ഒന്നും കാണുന്നില്ല. ഫുള്ളത് ഹിന്ദിക്കാർ, കന്നഡക്കാർ പിള്ളേരാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുസരണ ഇല്ലാത്ത പിള്ളേരാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും വണ്ടി പാസ് ചെയ്യുക, ഇതുങ്ങൾക്കൊന്നും ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇതുങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുമോ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഒന്നും ചെയ്യത്തില്ല. അത് കാരണം എനിക്ക് ഭയങ്കര പേടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അഞ്ചേട്ടൻ നേരത്തെയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിൽ അഞ്ചേട്ടൻ കുറച്ച് നേരം അക്കുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അത് കാരണം അഞ്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അക്കുവിന് വലിയൊരു ആശ്വാസമാണ്. രണ്ടില്ല ഓടി നടന്ന് ഓരോ പിള്ളേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഹൈഫൈ കൊടുക്കുക, അങ്ങനെ ഓരോരോ പണിയിലാണ് ആശാൻ. ഇപ്പം തന്നെ ഒരു 2 വീഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിള്ളേർ കൂടെ ചാടി ചാടി. ഫുള്ള് ഞങ്ങളുടെ ബിൽഡിങ്ങത്തെ ഒരു കുട്ടിയുണ്ട്, അതിലെല്ലാം നേപ്പാളീസാണ് കേട്ടോ. ഇവിടെയുള്ള നേപ്പാളീസുകാരാണ്. പിന്നെ എന്താ കുറേ ഹിന്ദിക്കാരാണ്, മിക്കത് ഹിന്ദിക്കാരാണ്. പിന്നെ ഞാൻ പോകാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഹിന്ദി നൈ മാലു ആണല്ലോ, അത് കാരണം ഞാൻ പോകാത്തത്. എന്നാൽ പിന്നെ കന്നഡയ്ക്ക് പിടിച്ചിരിക്കാമെന്ന് പറഞ്ഞാൽ കന്നഡയെ അറിയത്തില്ല. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കന്നഡ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാകുന്നല്ലാതെ തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെയും കുറച്ച് ഫ്ലുവൻ്റായിട്ട് തമിഴ് മാത്രമേ അറിയത്തുള്ളൂ. കന്നഡ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ എന്താ തിരിച്ച് പറയാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. ഇത്രയും കൊല്ലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അക്കുവിന് ശരിക്കും പറഞ്ഞാൽ ഓടിച്ചാടി നടക്കണമെന്നുണ്ട്, പക്ഷേ ചേട്ടന് ഒന്നാമതേ സമ്മതിക്കത്തില്ല. പിന്നെ ചീത്ത പറയുന്നങ്ങാണ്ട് പേടിച്ചൊക്കെ നിൽക്കുക പുള്ളിക്കാരൻ. ഇപ്പോൾ കളിക്കുന്ന ആ കുട്ടി നമ്മുടെ ബിൽഡിങ്ങിലുള്ള കേട്ടോ, അതിൻ്റെ അച്ഛൻ ആ സ്കൂട്ടിയിൽ ഇരിക്കുന്നത്. വീഴും അഞ്ചേട്ടാ. അവനാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന മൊത്തം. ആ ചെക്കൻ്റെ ഒപ്പം അങ്ങോട്ട് കയറാൻ നോക്ക്. അയ്യോ, അവിടെ അപ്പോഴത്തേക്ക് ഒരു വീഴ്ച കഴിഞ്ഞു കേട്ടോ. ബാക്കിൽ സൈക്കിൾ ഉണ്ടേ, ബാക്കിൽ സൈക്കിൾ വരുന്നുണ്ട് ഒരു ചക്കൻ. അഞ്ചേട്ടാ ഇങ്ങ് പോരെ.